നമസ്കാരം, ഞാൻ ഷീജ നെടിയാക്കൽ. ഞാൻ ഇന്നൊരു ചായ തയ്യാറാക്കാൻ പോവാണ്. എല്ലാവർക്കും ചായ ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ചായ തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ് നിങ്ങളും തയ്യാറാക്കുന്നതെന്ന് ഈ വീഡിയോ കണ്ടിട്ട് എനിക്കൊന്ന് കമൻറ്റ് അയച്ചേക്കണേ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. നമുക്കത് സ്റ്റൗ കത്തിക്കുക. ഞാൻ ഒരു ഗ്ലാസ് പാലും ഇതിന് ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളമാണ് വെച്ചേക്കുന്നത്. 2 ചായക്കുള്ള അതാണ് ഞാൻ തയ്യാറാക്കുന്നത്. നമുക്ക് എന്തെങ്കിലും പാല് ചെറുതായിട്ട് കുമ്പള പോലെ വരണം. അങ്ങനെ ചെറുതായിട്ട് വരുന്നുണ്ട്. പാലൊന്ന് തിളച്ചൊന്ന് പൊന്തി വന്നതിന് ശേഷമാണ് നമ്മൾ തേയില ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ചായ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അങ്ങനെ പാൽ മേപ്പോട്ട് പൊന്തി വരും. പാൽ മേപ്പോട്ട് പൊന്തി വരുന്നുണ്ട്. നമുക്കിനി തേയില ഇട്ട് കൊടുക്കാം. ഞാൻ ഈ സ്പൂണിനാണ് തേയില ഇടുന്നത്. ഞാൻ ഇതിന് 1.5 സ്പൂൺ തേയില ഇടും. ഞാനാണെങ്കിൽ പൊടിത്തേയിലയാണ് ഇടുന്നത്. 1.5 സ്പൂൺ തേയില ഇടും. ഇത് പൊടിത്തേയിലയാണ്. നമ്മൾക്ക് കടുപ്പ് എത്രയും വേണം അതനുസരിച്ചാണ് നമ്മൾ ചായപ്പൊടി ഉപയോഗിക്കുന്നത്. ചിലർക്ക് ചിലപ്പോൾ ലൈറ്റായിട്ടുള്ള കടുപ്പം മതിയായിരിക്കും, ചിലർക്ക് നല്ല കടുപ്പം വേണമായിരിക്കും. അങ്ങനെ ചിലപ്പോൾ മീഡിയം കടുപ്പായിരിക്കും. അത് ഇപ്പം നമുക്ക് എത്രമാത്രം അതിന് ചായക്ക് കളർ വേണം അതനുസരിച്ച് വേണം നമ്മൾ തേയില ഇട്ട് കൊടുക്കാൻ. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കണം. ഇങ്ങനെ ഇളക്കി ഒന്ന് പൊന്തി വരുമ്പം ഒരു 5 മിനിറ്റ് വേണ്ട 2 മിനിറ്റ് ഇട്ടിരുന്നാൽ മതി. ഇങ്ങനെ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തേയില ഇട്ടിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആണെങ്കിൽ ഇതിനകത്തോട്ട് ഏലക്ക ഇടുന്നവർക്ക് വേണമെങ്കിൽ ഏലക്ക ഒന്ന് തോട് പൊട്ടിച്ച് ഇടാം. പച്ചിഞ്ചി ഇട്ടാൽ നല്ലതാണ്. ഒരു ശകലം പച്ചിഞ്ചി ഒന്ന് ചതയ്ക്കണ്ട. പച്ചിഞ്ചി ഒന്ന് ചിരണ്ടി ഒന്ന് കഴുകി ഒരു ചെറിയൊരു കഷ്ണം ഇട്ടാലും നല്ല ടേസ്റ്റാണ്. പച്ചഞ്ചി നമ്മുടെ വയറിനൊക്കെ നല്ലതാണ്. ചിലർക്കൊന്നും പിടിക്കത്തില്ല, ഇഷ്ടമുള്ളവർക്ക് അത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പഞ്ചസാര ഇടുന്നത് ഇതിൽ ടീസ്പൂണിന് 2 സ്പൂൺ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. ടീസ്പൂണിന് 2 സ്പൂൺ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് മധുരവും നമുക്ക് വീട്ടിൽ മധുരം വേണ്ടാത്തവർ കാണും, വേണ്ടുന്നവർ കാണും. അത് മധുരവും നമ്മുടെ ഇഷ്ടാനുസരണമാണ് ഉപയോഗിക്കുന്നത്. ചായ റെഡി ആയിട്ടുണ്ട്. ഞാൻ വാങ്ങുവാണ്. തീ ഓഫ് ചെയ്യുക. നമുക്ക് ഈ ചായ വാങ്ങി ഇങ്ങനെ കപ്പ് ഒഴിക്കാം. ഇതിനകത്തോട്ട് നമുക്ക് അരിച്ചെടുക്കാം. തേയില സഞ്ചിക്കകത്തോട്ട് വെച്ചാൽ വേണ്ട തേയില അരിച്ച് മാറ്റണം. എന്നാൽ നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. ഓരോരുത്തർ ചായ അടിക്കുന്നത് വലുതായിട്ട് അടിക്കും, പക്ഷെ അങ്ങനെ എനിക്കറിയത്തില്ല. നമ്മളിങ്ങനെ താത്ത് വെച്ച് ഒഴിച്ചിട്ട് മുകളിലോട്ട് ഉയരത്തിലോട്ട് പൊങ്ങി വരണം. എന്നിട്ട് ചായ അടിക്കുന്ന പോലെ പതഞ്ഞ് കയറി വരും. 2 ചായയാണ് ഇട്ടത്. താത്ത് വെച്ച് ഒഴിച്ചിട്ട് മുകളിലോട്ട് പൊങ്ങണം. അപ്പം മുകളിലോട്ട് പതഞ്ഞ് കയറി വരും. നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം തരാം. നന്ദി, നമസ്കാരം.